ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൃഷ്ണകുമാർ. ഇന്ന് വേൾഡ് റെയർ ഡിസീസ് ഡേ ആണ്. എല്ലാ വർഷവും ഫെബ്രുവരിയിലെ അവസാന ദിവസമാണ് വേൾഡ് റെയർ ഡിസീസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്താണ് റെയർ ഡിസീസ് എന്ന് നോക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിസീസ് ഒരു 2000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു ഡിസീസിനെയാണ് നമ്മൾ വേൾഡ് വൈഡായിട്ട് റെയർ ഡിസീസായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഏകദേശം 300 മില്യണോളം ആളുകൾ വേൾഡ് വൈഡ് റെയർ ഡിസീസ് അഫക്റ്റഡ് ആയിട്ടുണ്ട്. അതിനോട് നമ്മൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 6000-ഓളം റെയർ ഡിസീസസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ റെയർ ഡിസീസ് പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഡയഗ്നോസിസ്, പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഒന്ന് അതിന് വേണ്ട മെഡിസിൻസ് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാവുന്ന മെഡിസിൻസ് അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. ഇനി ഏതെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇനി ഇത് റെയർ ഡിസീസ് ആയതുകൊണ്ട് ഇതൊരു ചെറിയൊരു പോപ്പുലേഷനെ മാത്രം അഫക്റ്റ് ചെയ്യുന്നതായതുകൊണ്ടും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊന്നും തന്നെ ഇതിലേക്ക് മെഡിക്കൽ റിസർച്ചിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും മടിക്കുന്നുണ്ട്. അന്നേരം ഇത് റിസർച്ചുകളൊക്കെ തന്നെ നടക്കുന്നത് ഒന്നുകിൽ പേരൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പേഷ്യൻസ് ഓർഗനൈസേഷനൊക്കെയുള്ള സപ്പോർട്ടോടു കൂടിയുമൊക്കെയാണ് ഈ റിസർച്ചുകൾ നടക്കുന്നത്. പിന്നെ ഉള്ളത് ഈ റെയർ ഡിസീസ് കമ്മ്യൂണിറ്റി നേരിടുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സോഷ്യൽ ആക്സെപ്റ്റൻസും ഒക്കെയാണ് അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ അവർക്ക് വേണ്ട ആക്സസിബിലിറ്റി, പബ്ലിക് ആക്സസിബിലിറ്റി ഒക്കെ പ്രോപ്പറായിട്ട് ലഭിക്കാത്ത ഒരു അവസ്ഥ ലോകത്തിൽ എല്ലായിടത്തും തന്നെ ഉണ്ട്. ചില കൺട്രീസ് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ പല ഡെവലപ്പിംഗ് കൺട്രീസിലും അത് പ്രോപ്പറായിട്ടുള്ള ആക്സസിബിലിറ്റി ഒരു മേജർ കൺസേൺ തന്നെയാണ്. പിന്നെ ഈ റെയർ ഡിസീസ് ഡേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് ഒരു മോർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള, എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റെയർ ഡിസീസ് അഫക്റ്റ് ആയിട്ടുള്ള ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമമാണ് എല്ലാവരുടെയും സൈഡിൽ നിന്ന് ഉണ്ടാവേണ്ടത്.